തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകം നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. വെറുമൊരു പുസ്തകമല്ല ഇത്, ജീവിതത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു വഴികാട്ടിയാണ്. 1937 നെപ്പോളിയൻ ഹിൽ എഴുതിയ ഈ പുസ്തകം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. റിച്ച് എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് പണമാണ്. എന്നാൽ ഈ പുസ്തകം ധനത്തെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്. നിങ്ങൾ ലക്ഷ്യമിടുന്ന ഏത് മേഖലയിലും വിജയം നേടാൻ ആവശ്യമായ മാനസികാവസ്ഥ, മനോഭാവം, ചിന്തകൾ എന്നിവയെക്കുറിച്ചാണ് നെപ്പോളിയൻ ഹിൽ ഇതിൽ വിശദീകരിക്കുന്നത്. ലോകത്തെ പ്രമുഖരായ 500-ലധികം വ്യക്തികളുടെ ജീവിതത്തെക്കുറിച്ച് 20 വർഷത്തോളം പഠനം നടത്തിയ ശേഷമാണ് നെപ്പോളിയൻ ഹിൽ ഈ പുസ്തകം എഴുതിയത്. ഹെൻറി ഫോർഡ്, തോമസ് എഡിസൺ, അലക്സാണ്ടർ ഗ്രഹാം ബെൽ തുടങ്ങി ലോകം കണ്ട ഏറ്റവും വലിയ പ്രതിഭകളുടെ ജീവിതത്തിൽ നിന്ന് കണ്ടെത്തിയ വിജയരഹസ്യങ്ങളാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം. നിങ്ങൾക്ക് നേടാൻ ആഗ്രഹിക്കുന്നതെന്തും, അത് പണമാവാം, പ്രശസ്തിയാവാം, സന്തോഷമാവാം, എങ്ങനെ ചിന്തിച്ച് നേടിയെടുക്കാം എന്ന് ലളിതമായി ഈ പുസ്തകം പറഞ്ഞുതരുന്നു. നിങ്ങളുടെ ചിന്തകളെ ശരിയായ ദിശയിൽ നയിച്ചാൽ വിജയം എന്നത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് ഇത് തെളിയിക്കുന്നു. നിങ്ങൾ വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെറുമൊരു സ്വപ്നം കാണുന്നതിന് പകരം അതിനെ എങ്ങനെ യാഥാർത്ഥ്യമാക്കാമെന്നറിയാൻ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് നിങ്ങളെ സഹായിക്കും. വിജയത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ്: ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള കല. നെപ്പോളിയൻ ഹില്ലിന്റെ വിശ്വപ്രസിദ്ധമായ പുസ്തകമായ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിന്റെ ആദ്യ അധ്യായം ചിന്തകൾ വസ്തുതകളായി മാറുന്നു എന്ന ആശയത്തെക്കുറിച്ചാണ് പ്രധാനമായും സംസാരിക്കുന്നത്. ധനികനാകാനും ജീവിതത്തിൽ വിജയം നേടാനും ആഗ്രഹിക്കുന്ന ഒരാൾക്കാവശ്യമായ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പാഠമെന്താണെന്ന് ഈ അധ്യായം വിശദീകരിക്കുന്നു. പണമുണ്ടാക്കുക എന്നത് വെറുമൊരു സ്വപ്നം മാത്രമല്ല, അതൊരു ചിന്തയുടെ ഉൽപ്പന്നമാണെന്ന് ഹിൽ ഇതിൽ ഊന്നിപ്പറയുന്നു. തോമസ് എഡിസന്റെ കൂടെ പ്രവർത്തിക്കണമെന്ന അതിയായ ആഗ്രഹവുമായി ട്രെയിനിൽ യാത്ര ചെയ്ത് എഡിസന്റെ അടുത്തെത്തിയ ബാൺസിനെക്കുറിച്ച് ഇതിൽ വിവരിക്കുന്നു. ഒരു ജോലിയോ പരിചയസമ്പന്നതയോ ഇല്ലാതിരുന്നിട്ടും എഡിസനോടൊപ്പം പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ തീവ്രമായ ആഗ്രഹം, ബേണിംഗ് ഡിസയർ, മാത്രമായിരുന്നു മുന്നോട്ട് നയിച്ചത്. എഡിസൺ തുടക്കത്തിൽ അദ്ദേഹത്തിന് ചെറിയൊരു ജോലി നൽകിയെങ്കിലും ബാൺസ് ഒരിക്കലും തന്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. പിന്നീട് എഡിസന്റെ പുതിയ കണ്ടുപിടുത്തമായ എഡിഫോൺ വിപണനം ചെയ്യാനുള്ള അവസരം ബാൺസിന് ലഭിച്ചു. ഈ ഉൽപ്പന്നം വിപണിയിൽ വലിയ വിജയമായി. തോമസ് എഡിസനെപ്പോലെ പ്രശസ്തനായ ഒരാളായില്ലെങ്കിലും ബാൺസ് തന്റെ ജീവിതലക്ഷ്യം നേടിയെടുക്കുകയും വലിയ സാമ്പത്തിക വിജയം നേടുകയും ചെയ്തു. ബാൺസിന്റെ കഥയിലൂടെ ഒരു ലക്ഷ്യം നേടാൻ ആവശ്യമായ 6 പ്രധാന കാര്യങ്ങൾ നെപ്പോളിയൻ ഹിൽ വിശദീകരിക്കുന്നുണ്ട്. 1. നിങ്ങൾക്ക് എത്ര പണം വേണമെന്ന് കൃത്യമായി തീരുമാനിക്കുക. 2. നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം നേടാൻ എന്തൊക്കെ ചെയ്യുമെന്ന് തീരുമാനിക്കുക. 3. നിങ്ങൾ പണം നേടുന്നതിനുള്ള ഒരു സമയപരിധി നിശ്ചയിക്കുക. 4. ഒരു കൃത്യമായ പദ്ധതി തയ്യാറാക്കുക. 5. ലക്ഷ്യത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും വ്യക്തമായി ഒരു പേപ്പറിൽ എഴുതുക. 6. ഈ പ്രസ്താവന ദിവസവും രാവിലെയും രാത്രിയും വായിക്കുക. ഈ 6 ഘട്ടങ്ങളിലൂടെ ഒരു സ്വപ്നത്തെ എങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്ന് നെപ്പോളിയൻ ഹിൽ പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹമുള്ളത് അത് നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായ ഒരു ചിത്രമായി രൂപപ്പെടുത്തണം. അതിനുശേഷം അതിലേക്കെത്താനുള്ള അതിയായ ആഗ്രഹം മനസ്സിൽ വളർത്തിയെടുക്കണം. നിങ്ങളുടെ മനസ്സിന്റെ ഈ ചിന്തകളെ യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവ് അത്ഭുതകരമാണെന്ന് ഹിൽ വാദിക്കുന്നു. ഈ അധ്യായം ഒരു തുടക്കം മാത്രമാണ്. ഒരു ബഹുനില കെട്ടിടത്തിന്റെ അടിത്തറ പോലെ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ലോകം കെട്ടിപ്പടുക്കാൻ ആവശ്യമായ ശക്തമായ മാനസികാവസ്ഥയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. ഈ പുസ്തകത്തിലെ തുടർന്നുള്ള അധ്യായങ്ങളിലേക്ക് കടക്കുന്നതിനു മുമ്പ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ എങ്ങനെ വ്യക്തമാക്കാമെന്നും അത് നേടാൻ എത്രത്തോളം തീവ്രമായി ആഗ്രഹിക്കണമെന്നും ഈ ആദ്യ അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കാരണം നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്താൻ കഴിയും. വിശ്വാസം വിജയത്തിലേക്കുള്ള പാത. നെപ്പോളിയൻ ഹില്ലിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിലെ 2ാം അധ്യായം വിശ്വാസം, ഫെയ്ത്ത് എന്ന ആശയത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നിങ്ങളുടെ ചിന്തകളെ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം അത്യാവശ്യമാണെന്ന് ഈ അധ്യായം അടിവരയിട്ട് പറയുന്നു. വെറും ആഗ്രഹങ്ങൾക്ക് മാത്രം ശക്തിയില്ല, അതിനെ ശക്തമായ വിശ്വാസം കൊണ്ട് പരിപോഷിപ്പിക്കുമ്പോഴാണ് അവ ലക്ഷ്യങ്ങളായി മാറുന്നതും അവ യാഥാർത്ഥ്യമാക്കാനുള്ള ഊർജ്ജം ലഭിക്കുന്നതും. ഈ അധ്യായത്തിലെ പ്രധാന ആശയം നമ്മുടെ ഉപബോധമനസ്സിൽ ആവർത്തിച്ചുറപ്പിക്കുന്ന ചിന്തകൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നതാണ്. നല്ല ചിന്തകളോ മോശം ചിന്തകളോ ആകട്ടെ, ഉപബോധമനസ്സ് അതിനെ യാഥാർത്ഥ്യമാക്കാൻ പ്രവർത്തിക്കും. ഈ പ്രക്രിയയെ നെപ്പോളിയൻ ഹിൽ ഓട്ടോസജഷൻ എന്ന് വിളിക്കുന്നു. അതായത് നമ്മൾ മനഃപൂർവ്വം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന പ്രക്രിയയാണിത്. സ്വയം സംസാരിക്കുന്നതിലൂടെയോ മനോഹരമായ കാഴ്ചകൾ മനസ്സിൽ സങ്കൽപ്പിക്കുന്നതിലൂടെയോ നമുക്ക് നമ്മുടെ ഉപബോധമനസ്സിനെ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കാൻ സാധിക്കും. വിശ്വാസം വളർത്താൻ സഹായിക്കുന്ന ചില പ്രധാന ഘട്ടങ്ങൾ ഈ അധ്യായം വിശദീകരിക്കുന്നുണ്ട്. അതിലൊന്ന്, നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യം ഒരു പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് അഥവാ പോസിറ്റീവ് മനോഭാവത്തോടെ എപ്പോഴും മനസ്സിൽ കാണുക എന്നതാണ്. നെപ്പോളിയൻ ഹിൽ
ഇതിനായി ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തമായി എഴുതിവെച്ച് ദിവസവും രാവിലെയും രാത്രിയും വായിക്കുക എന്നതാണ്. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിയാൻ സഹായിക്കും. വിശ്വാസമെന്നത് വെറുമൊരു തോന്നലല്ല, അത് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന ഒരു ശക്തിയാണ്. ഈ അധ്യായം ഓർമ്മിപ്പിക്കുന്നത് ഭയത്തിൽ നിന്നും സംശയത്തിൽ നിന്നും മുക്തമായ ഒരു മനസ്സിന് മാത്രമേ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ എന്നാണ്. നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ആ ലക്ഷ്യത്തിനായി കൂടുതൽ കഠിനാധ്വാനം ചെയ്യും. ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് ചുറ്റുമുള്ള ആളുകളുടെ പിന്തുണയും ലഭിക്കും. ഈ പുസ്തകത്തിലെ ആദ്യ അധ്യായം ആഗ്രഹത്തെക്കുറിച്ചാണ് സംസാരിച്ചതെങ്കിൽ രണ്ടാം അധ്യായം ആ ആഗ്രഹത്തെ വിശ്വാസമെന്ന ആയുധം കൊണ്ട് എങ്ങനെ ശക്തിപ്പെടുത്താം എന്ന് പഠിപ്പിക്കുന്നു. മൂന്നാം അധ്യായം ഓട്ടോ സജഷൻ എന്ന ആശയത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെയും ചിന്തകളെയും ഉപബോധ മനസ്സിലേക്ക് കൈമാറുന്ന പ്രക്രിയയാണിത്. ഒരു ആഗ്രഹത്തിന് എത്ര വലിയ ശക്തിയുണ്ടെന്ന് മുൻ അധ്യായങ്ങളിൽ നാം മനസ്സിലാക്കി. എന്നാൽ ആ ആഗ്രഹത്തെ യാഥാർത്ഥ്യമാക്കാനുള്ള ശക്തി ഉപബോധ മനസ്സിന് നൽകുന്നത് ഓട്ടോ സജഷൻ എന്ന ഈ കലയിലൂടെയാണ്. നെപ്പോളിയൻ ഹിൽ പറയുന്നത് നമ്മുടെ ചിന്തകളെ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിലൂടെ കാഴ്ച, കേൾവി, ഗന്ധം, രുചി, സ്പർശം ഉപബോധ മനസ്സിലേക്ക് എത്തിക്കാമെന്നാണ്. ഈ പ്രക്രിയയിൽ നിങ്ങളുടെ ബോധമനസ്സിന്റെ പ്രവർത്തനങ്ങൾ വളരെ നിർണായകമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിരന്തരമായി ചിന്തിക്കുകയും അത് ഒരു ചിത്രമായി മനസ്സിൽ കാണുകയും അത് യാഥാർത്ഥ്യമായെന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഉപബോധമനസ്സ് അത് സത്യമെന്ന് വിശ്വസിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഓട്ടോ സജഷൻ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് നെപ്പോളിയൻ ഹിൽ കൃത്യമായ നിർദ്ദേശങ്ങളോടെ വിശദീകരിക്കുന്നു. 1. നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമായി എഴുതിവെക്കുക. നിങ്ങൾക്കെത്ര പണം വേണമെന്നും അത് എപ്പോൾ നേടണമെന്നും അതിനു പകരം നിങ്ങൾ എന്തു കൊടുക്കുമെന്നും ഒരു പേപ്പറിൽ എഴുതുക. രാവിലെ ഉണരുമ്പോഴും രാത്രി ഉറങ്ങുന്നതിനു മുൻപും ഈ പ്രസ്താവനകൾ ഉറക്കെ വായിക്കുക. 3. ലക്ഷ്യം നേടിയതായി സങ്കൽപ്പിക്കുക. നിങ്ങൾ ആ ലക്ഷ്യം ഇതിനോടകം നേടിയെടുത്തതായി ഭാവനയിൽ കാണുക. ആ സമയം നിങ്ങൾക്കുണ്ടാവുന്ന സന്തോഷവും സംതൃപ്തിയും മനസ്സിൽ അനുഭവിക്കുക. ഈ പ്രക്രിയകൾ നിങ്ങളുടെ ചിന്തകളെ ഉപബോധ മനസ്സിലേക്ക് എത്തിക്കുന്നു. ഭയവും സംശയവും പോലുള്ള നെഗറ്റീവ് ചിന്തകളെ ഇല്ലാതാക്കാൻ ഓട്ടോ സജഷൻ സഹായിക്കുന്നു. പോസിറ്റീവ് ചിന്തകൾ മാത്രം ഉപബോധ മനസ്സിൽ നിറയ്ക്കുന്നതിലൂടെ അത് നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്നു. ചുരുക്കത്തിൽ നെപ്പോളിയൻ ഹിൽ ഈ അധ്യായത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ലക്ഷ്യങ്ങൾ നേടാൻ വെറുതെ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, ആ ആഗ്രഹങ്ങളെ ഉപബോധ മനസ്സിൽ ഒരു ശക്തമായ വിശ്വാസമായി രൂപാന്തരപ്പെടുത്തണമെന്നാണ്. അതിന് സഹായിക്കുന്ന ഒരു ശാസ്ത്രീയ മാർഗമാണ് ഓട്ടോ സജഷൻ. ചിന്തകളെ യാഥാർത്ഥ്യമാക്കുന്ന കല, പ്രത്യേക അറിവിന്റെ പ്രാധാന്യം. 4-ാം അധ്യായം പ്രത്യേക അറിവ്, സ്പെഷ്യലൈസ്ഡ് നോളജ് എന്ന വിഷയത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ കേവലം പൊതുവായ അറിവിനേക്കാൾ പ്രത്യേകമായ അറിവിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് ഈ അധ്യായം അടിവരയിട്ട് പറയുന്നു. വെറുതെ ധാരാളം വിവരങ്ങൾ ശേഖരിച്ചതുകൊണ്ട് മാത്രം ഒരാൾക്ക് വിജയം നേടാൻ കഴിയില്ല. നേരെ മറിച്ച് ഒരു പ്രത്യേക മേഖലയിൽ ആഴത്തിലുള്ള അറിവ് നേടുന്നവർക്ക് അത് സാമ്പത്തികമായോ മറ്റു തരത്തിലോ വലിയ നേട്ടങ്ങളുണ്ടാക്കാൻ സഹായിക്കും. ഈ അധ്യായത്തിലെ പ്രധാന ആശയം അറിവ് എന്നത് ഒരു ലക്ഷ്യം നേടാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ശക്തിയാണ് എന്നതാണ്. എന്നാൽ അതിന് ആ അറിവിനെ ഒരു വ്യക്തമായ പദ്ധതിയിലൂടെ പ്രായോഗികമായി ഉപയോഗിക്കാൻ കഴിയണം. ഹെൻറി ഫോർഡിന്റെ കഥ ഉദാഹരണമായി ഹിൽ ചൂണ്ടിക്കാട്ടുന്നു. തന്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ ഫോർഡ് കേവലം പൊതുവായ അറിവല്ല ഉപയോഗിച്ചത്. വാഹന നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക അറിവാണ് അദ്ദേഹത്തിന്റെ വിജയത്തിനു പിന്നിലെ പ്രധാന ഘടകം. ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ പോലും കഴിയാത്തതുകൊണ്ട് ഫോർഡിനെ അധിക്ഷേപിച്ച കോടതിമുറിയിലെ കഥയും നെപ്പോളിയൻ ഹിൽ ഇതിൽ വിവരിക്കുന്നുണ്ട്. ബുദ്ധിമാനായ ഒരാളല്ല ഫോർഡ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു ആ ചോദ്യങ്ങൾ. എന്നാൽ ഫോർഡ് അതിന് നൽകിയ മറുപടി തനിക്കറിയാത്ത കാര്യങ്ങൾ ആവശ്യമുള്ളപ്പോൾ അറിയാവുന്ന ആളുകളെക്കൊണ്ട് ചെയ്യിക്കാനുള്ള ഒരു മാനസിക ശക്തി തനിക്കുണ്ടെന്നായിരുന്നു. അതിലൂടെ അദ്ദേഹം തെളിയിച്ചത് വിവരങ്ങൾ മനഃപ്പാഠമാക്കുന്നതിനേക്കാൾ പ്രധാനം ആ വിവരങ്ങൾ ആവശ്യമുള്ളപ്പോൾ എവിടെ നിന്ന് നേടാം എന്നുള്ളതാണ്. പ്രത്യേക അറിവ് നേടാൻ 2 വഴികളാണ് ഹിൽ നിർദ്ദേശിക്കുന്നത്. 1. നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും പഠിക്കുക. നിങ്ങൾ ചെയ്യുന്ന ജോലികളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും അറിവ് നേടുക. 2. മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നും പഠിക്കുക. പുസ്തകങ്ങൾ, കോഴ്സുകൾ, മറ്റ് വിദഗ്ധർ എന്നിവരിൽ നിന്നും പഠിക്കുക. വിജയം നേടാൻ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പ്രായോഗികമായി ഉപയോഗിക്കാൻ സാധിക്കണം. നിങ്ങൾ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ട പ്രത്യേക അറിവ് നിങ്ങൾക്കുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഈ അറിവില്ലെങ്കിൽ പോലും അതെങ്ങനെ നേടിയെടുക്കാമെന്ന് നിങ്ങൾക്കറിഞ്ഞിരിക്കണം. ആഗ്രഹത്തെയും വിശ്വാസത്തെയും യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ അടുത്ത പടിയാണ് ഈ അധ്യായം നമുക്ക് നൽകുന്നത്. ലക്ഷ്യങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന കല, ഭാവനയുടെ ശക്തി. 5-ാമത്തെ അധ്യായം ഭാവന, ഇമാജിനേഷൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഒരു ലക്ഷ്യം നേടാനുള്ള ആദ്യപടി അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ആ ചിന്തകളെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നത് ഭാവനയാണെന്ന് ഹിൽ ഈ അധ്യായത്തിൽ ഊന്നിപ്പറയുന്നു. എല്ലാ വലിയ നേട്ടങ്ങളുടെയും കണ്ടുപിടുത്തങ്ങളുടെയും അടിസ്ഥാനം ഭാവനയാണ്.
നെപ്പോളിയൻ ഹിൽ ഭാവനയെ രണ്ട് തരത്തിൽ കാണുന്നു. ഒന്ന്, സിന്തറ്റിക് ഭാവന, സിന്തറ്റിക് ഇമാജിനേഷൻ. നിലവിലുള്ള ആശയങ്ങളെയും ഘടകങ്ങളെയും കൂട്ടിച്ചേർത്ത് പുതിയ ആശയങ്ങളുണ്ടാക്കുന്ന പ്രക്രിയയാണിത്. ഇതിൽ പുതിയതൊന്നും സൃഷ്ടിക്കുന്നില്ല. ഉദാഹരണത്തിന്, ഒരു കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് പുതിയൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നത് ഈ വിഭാഗത്തിൽപ്പെടുത്താം. രണ്ട്, ക്രിയേറ്റീവ് ഭാവന, ക്രിയേറ്റീവ് ഇമാജിനേഷൻ. ഈ ഭാവനയുടെ സഹായത്തോടെയാണ് മനുഷ്യൻ പുതിയ ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും നടത്തുന്നത്. ഈ ഭാവന ഉപയോഗിച്ച് ഉപബോധ മനസ്സിൽ നിന്നും പുതിയ ആശയങ്ങൾ സ്വീകരിക്കാനും മറ്റുള്ളവരുടെ മനസ്സിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളാനും സാധിക്കും. വിജയകരമായ വ്യക്തികൾ ക്രിയേറ്റീവ് ഭാവനയെയാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. അവർ സ്വപ്നം കാണുന്നതിനെ ഒരു മാനസിക ചിത്രം പോലെ മനസ്സിൽ കാണുന്നു. ഈ ഭാവനാപരമായ ചിത്രങ്ങളെ വ്യക്തവും ശക്തവുമാക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് അതിനെ യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ വഴികൾ തേടാൻ തുടങ്ങും. തോമസ് എഡിസൺ, വാൾട്ട് ഡിസ്നി തുടങ്ങിയ പ്രതിഭാശാലികളുടെ വിജയത്തിനു പിന്നിൽ അവരുടെ ശക്തമായ ഭാവനാശക്തിയാണെന്ന് നെപ്പോളിയൻ ഹിൽ ചൂണ്ടിക്കാട്ടുന്നു. ഒരു കണ്ടുപിടുത്തത്തിനു വേണ്ടിയാണ് എഡിസൺ ശ്രമിച്ചതെങ്കിൽ ഡിസ്നി തന്റെ ഭാവനയിലൂടെ ഒരു ലോകം മുഴുവൻ ചിന്തിച്ചെടുത്ത് അതിനെ യാഥാർത്ഥ്യമാക്കി. അവരുടെ ഭാവനയെ ഒരു പദ്ധതിയാക്കി മാറ്റിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു. ഒരു ലക്ഷ്യം നേടാൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് ഭാവന. കാരണം നിങ്ങളുടെ മനസ്സിന് രൂപപ്പെടുത്താൻ കഴിയുന്ന ഒന്നിനെ മാത്രമേ നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ. ആഗ്രഹവും വിശ്വാസവും ഒത്തുചേരുമ്പോൾ അതിനെ എങ്ങനെ ഒരു യാഥാർത്ഥ്യമാക്കാം എന്ന് കാണിച്ചു തരുന്നത് ഭാവനയാണ്. ഭാവനയെ ലക്ഷ്യമാക്കി നയിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്ക് കഴിയും. തീവ്രമായ ആഗ്രഹം, വിശ്വാസം, ഭാവന എന്നീ കാര്യങ്ങൾ വിശദീകരിക്കുന്ന അധ്യായങ്ങൾക്ക് ശേഷം നെപ്പോളിയൻ ഹില്ലിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിലെ 6-ാം അധ്യായം സംഘടിത ആസൂത്രണം, ഓർഗനൈസ്ഡ് പ്ലാനിംഗ് എന്ന വിഷയത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഒരു സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ അത് ചിന്തകളിൽ മാത്രം ഒതുങ്ങാതെ ഒരു വ്യക്തമായ കർമ്മപദ്ധതിയാക്കി മാറ്റണമെന്ന് ഈ അധ്യായം ഊന്നിപ്പറയുന്നു. ലക്ഷ്യം നേടുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് പ്ലാനിംഗ് എന്ന് നെപ്പോളിയൻ ഹിൽ വിശദീകരിക്കുന്നു. ഒരു സ്വപ്നം ഒരു ലക്ഷ്യമായി മാറുന്നത് അതിനെ ഒരു പദ്ധതിയുടെ ഭാഗമാക്കുമ്പോഴാണ്. വിജയിച്ച ആളുകളെല്ലാം അവരുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനു മുൻപ് തന്നെ അവ എങ്ങനെ നേടാമെന്ന് ആസൂത്രണം ചെയ്തിരുന്നു. ഈ പ്രക്രിയയെ ഒരു കെട്ടിടം പണിയുന്നതിനു മുൻപ് അതിന്റെ രൂപരേഖ തയ്യാറാക്കുന്നതുമായി ഉപമിക്കാം. ഒരു ഫലപ്രദമായ പദ്ധതി എങ്ങനെ തയ്യാറാക്കാമെന്ന് നെപ്പോളിയൻ ഹിൽ ചില പ്രധാന നിർദ്ദേശങ്ങൾ നൽകുന്നു. 1. മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് രൂപീകരിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കാൻ താൽപ്പര്യമുള്ള അല്ലെങ്കിൽ അതിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരു കൂട്ടം ആളുകളെ കണ്ടെത്തുക. ഇവരെ ഒരുമിച്ച് ചേർത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഒരു ലക്ഷ്യത്തിനുവേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് മനസ്സുകൾ ഒരുമിച്ച് ചേരുമ്പോൾ കൂടുതൽ ശക്തിയുണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു. 2. പ്ലാൻ വ്യക്തമാക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ ആവശ്യമായ ഓരോ ചുവടും വ്യക്തമായി എഴുതുക. നിങ്ങളുടെ പദ്ധതിയുടെ ഓരോ ഭാഗവും വ്യക്തവും കൃത്യവുമായിരിക്കണം. 3. പ്രവർത്തിക്കാൻ തയ്യാറാവുക. നിങ്ങളുടെ പ്ലാൻ തയ്യാറാക്കിയതിനു ശേഷം ഉടൻ തന്നെ അത് പ്രാവർത്തികമാക്കാൻ തുടങ്ങുക. മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നാൽ അതിന് തയ്യാറാവുക. 4. എല്ലാം എഴുതിവെക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, പദ്ധതികൾ, അതിനുള്ള തീയതികൾ എല്ലാം വ്യക്തമായി ഒരു പേപ്പറിൽ എഴുതിവെക്കുക. ഈ അധ്യായത്തിൽ നെപ്പോളിയൻ ഹിൽ ഓർമ്മിപ്പിക്കുന്നത് ഭയം, സംശയം, മടി എന്നിവ നിങ്ങളുടെ പദ്ധതിയെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു കൃത്യമായ പ്ലാനുണ്ടെങ്കിൽ ഇത്തരം തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. സ്വപ്നങ്ങളെയും ചിന്തകളെയും യാഥാർത്ഥ്യങ്ങളാക്കി മാറ്റാനുള്ള പാലമായി വർത്തിക്കുന്നത് ഈ സംഘടിത ആസൂത്രണമാണ്. ഒരു ആഗ്രഹം അത് ലക്ഷ്യമായി മാറണമെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടാക്കുകയും അത് പ്രാവർത്തികമാക്കാൻ തുടങ്ങുകയും ചെയ്യണം. ഉത്സാഹവും സ്ഥിരതയും ഒരു വിജയത്തിന് ആവശ്യമായ ഇരട്ട ഘടകങ്ങൾ. നെപ്പോളിയൻ ഹില്ലിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിലെ 7-ാമത്തെ അധ്യായം തീരുമാനം, ഡിസിഷൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഒരു ലക്ഷ്യം നേടാനുള്ള വഴിയിൽ വേഗത്തിൽ തീരുമാനമെടുക്കാനുള്ള കഴിവിനും ആ തീരുമാനത്തിൽ ഉറച്ചുനിൽക്കാനുള്ള സ്ഥിരതയ്ക്കും വലിയ പ്രാധാന്യമുണ്ടെന്ന് ഈ അധ്യായം ഊന്നിപ്പറയുന്നു. സമ്പത്തും വിജയവും നേടിയെടുക്കുന്നതിൽ വിജയിച്ച ആളുകൾക്ക് വേഗത്തിൽ തീരുമാനങ്ങളെടുക്കാനും ആ തീരുമാനങ്ങളെ മാറ്റുന്നതിൽ മന്ദഗതിയിലുള്ളവരുമാണ്. നേരെ മറിച്ച് പരാജയപ്പെടുന്ന ആളുകൾ വേഗത്തിൽ തീരുമാനമെടുക്കാത്തവരും എടുത്ത തീരുമാനങ്ങൾ പെട്ടെന്ന് മാറ്റുന്നവരുമാണ്. ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാന ഉദാഹരണങ്ങളിലൊന്ന് അമേരിക്കയുടെ ചരിത്രത്തിലെ നിർണായകമായ തീരുമാനങ്ങളിലൊന്നായ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. 56 പേർ ഒപ്പിട്ട ആ രേഖ അവർക്ക് മരണശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ടും തങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചുനിന്നതിന്റെ ഒരു ഉദാഹരണമാണ്. ഈ തീരുമാനം പെട്ടെന്നുള്ളതും എന്നാൽ അതിൽ ഉറച്ചുനിന്നത് വലിയ ധൈര്യത്തോടെയുമായിരുന്നു. ഇത് ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് കാരണമായി. നെപ്പോളിയൻ ഹിൽ വേഗത്തിൽ തീരുമാനമെടുക്കുന്നതിന്റെ പ്രാധാന്യം വിശദീകരിക്കുന്നു. 1. നിങ്ങൾക്ക് ലക്ഷ്യബോധം നൽകുന്നു. വേഗത്തിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയും. ഇത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും. 2. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ആശ്രയിക്കാതിരിക്കുക. വിജയിച്ച ആളുകൾ അവരുടെ തീരുമാനങ്ങളെടുക്കാൻ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാത്രം ആശ്രയിക്കാറില്ല.
അവർ സ്വന്തം മനസ്സിൽ ഉറച്ച തീരുമാനങ്ങളെടുക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. 3. സംശയത്തെ ഒഴിവാക്കുന്നു. തീരുമാനമെടുക്കാൻ വൈകുന്നത് സംശയങ്ങൾക്കും മടിക്കുമുള്ള അവസരം നൽകുന്നു. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കും. ഒരു തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾക്കൊരു നല്ല പദ്ധതി ഉണ്ടായിരിക്കണം. പക്ഷേ ആ പദ്ധതിയെ അടിസ്ഥാനമാക്കി വേഗത്തിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഒരു ലക്ഷ്യം നേടണമെങ്കിൽ ആഗ്രഹം മാത്രം പോരാ, അതിലേക്ക് നയിക്കുന്ന ഒരു പദ്ധതിയും അതിനെ അടിസ്ഥാനമാക്കിയുള്ള ഉറച്ച തീരുമാനവും ആവശ്യമാണ്. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള സ്ഥിരതയാണ് ഒരാളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. 8-ാം അധ്യായമായ ഉത്സാഹം. വിജയത്തിലേക്കുള്ള വഴിയൊരുക്കുന്നത് തീവ്രമായ ആഗ്രഹവും ഉറച്ച വിശ്വാസവും വ്യക്തമായ പദ്ധതികളുമാണ്. എന്നാൽ ആ യാത്രയിൽ നമ്മെ മുന്നോട്ട് നയിക്കുന്നത് ഉത്സാഹം, പെർസിസ്റ്റൻസ് എന്ന ഗുണമാണെന്ന് നെപ്പോളിയൻ ഹില്ലിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിലെ 8-ാം അധ്യായം വിശദീകരിക്കുന്നു. ഒരു ലക്ഷ്യം നേടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ പലപ്പോഴും ആളുകൾക്ക് നഷ്ടപ്പെടുന്നതുമായ ഒരു ഘടകമാണിത്. പരാജയപ്പെട്ട ഭൂരിഭാഗം ആളുകൾക്കും ആഗ്രഹവും അറിവും പദ്ധതിയുമുണ്ടായിരിക്കാം, പക്ഷേ ലക്ഷ്യത്തിലെത്തുന്നതിനു മുൻപ് അവർ ആ ശ്രമം ഉപേക്ഷിക്കുന്നു. ഉത്സാഹത്തെ ഒരു ശക്തിയായിട്ടാണ് നെപ്പോളിയൻ ഹിൽ ഈ അധ്യായത്തിൽ കാണുന്നത്. ആ ശക്തിയെ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന 4 പ്രധാന ഘടകങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. 1. വ്യക്തമായ ലക്ഷ്യം. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കുക. നിങ്ങളുടെ ലക്ഷ്യം അവ്യക്തമാണെങ്കിൽ അത് നേടാൻ നിങ്ങൾക്ക് മതിയായ പ്രചോദനം ലഭിക്കില്ല. 2. കൃത്യമായ പദ്ധതി. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്താമെന്ന് വിശദമാക്കുന്ന ഒരു പദ്ധതി തയ്യാറാക്കുക. ഇത് നിങ്ങളുടെ യാത്രയ്ക്ക് ഒരു ദിശാബോധം നൽകും. 3. ബാഹ്യമായ തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നോട്ടു പോകാനുള്ള മനോഭാവം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും വിമർശനങ്ങളെയും അവഗണിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഉറച്ചുനിൽക്കുക. 4. ഒരു മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പുമായി സഹകരിക്കുക. ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ആളുകളുമായി ചേർന്ന് പ്രവർത്തിക്കുക. അവർ നിങ്ങൾക്ക് പ്രചോദനവും പിന്തുണയും നൽകും. പലപ്പോഴും ആളുകൾ തങ്ങളുടെ ലക്ഷ്യത്തിന് തൊട്ടടുത്തെത്തുമ്പോൾ പിന്മാറുന്നു. ഇതിനെക്കുറിച്ച് നെപ്പോളിയൻ ഹിൽ ഒരു കഥയിലൂടെ വിശദീകരിക്കുന്നു. ഒരു സ്വർണ്ണഖനി കുഴിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയുടെ കഥ. ഏറെക്കാലത്തെ കഠിനാധ്വാനത്തിനു ശേഷം അയാൾക്ക് സ്വർണം കണ്ടെത്താൻ കഴിയാതെ വന്നു. നിരാശനായ അയാൾ ആ സ്ഥലം മറ്റൊരാൾക്ക് വിറ്റു. വാങ്ങിയ വ്യക്തി ഒരു എഞ്ചിനീയറുടെ സഹായം തേടുകയും സ്വർണമെത്ര അകലെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. വെറും 3 അടി മാത്രം അകലെയായിരുന്നു സ്വർണം. ഈ കഥ ഓർമ്മിപ്പിക്കുന്നത് ലക്ഷ്യത്തിലേക്കെത്താൻ അവസാന ശ്രമം എവിടെയാണെന്ന് നമുക്കറിയില്ല. അതിനാൽ ഒരു കാരണവശാലും ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറരുത്. തീരുമാനമെടുക്കുന്നതിനേക്കാൾ പ്രയാസമുള്ള കാര്യമാണ് ആ തീരുമാനത്തിൽ ഉറച്ചുനിൽക്കുക എന്നത്. നെപ്പോളിയൻ ഹിൽ ഊന്നിപ്പറയുന്നത് ആഗ്രഹവും വിശ്വാസവും ഒത്തുചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശക്തിയാണ് ഉത്സാഹം. ഇത് നിങ്ങളുടെ മനസ്സിനെ ലക്ഷ്യത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നു. ലക്ഷ്യബോധമുള്ള ഒരു വ്യക്തിക്ക് എന്ത് തടസ്സങ്ങളെയും അതിജീവിക്കാൻ കഴിയും. ഇതിലെ 9-ാം അധ്യായം വിജയത്തിന്റെ ശക്തി, മാസ്റ്റർ മൈൻഡ്, ദ പവർ ഓഫ് ദ മാസ്റ്റർ മൈൻഡ് എന്ന വിഷയത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് നേടാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഒരു കൂട്ടം ആളുകൾക്ക് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നേടാൻ കഴിയുമെന്ന് ഈ അധ്യായം ഊന്നിപ്പറയുന്നു. നെപ്പോളിയൻ ഹിൽ മാസ്റ്റർ മൈൻഡ് എന്നതിനെ 2 മനസ്സുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പുതിയ ശക്തിയായി നിർവചിക്കുന്നു. ഈ ശക്തിയെ നെഗറ്റീവായോ പോസിറ്റീവായോ ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ ഈ പുസ്തകത്തിൽ വിജയത്തിനു വേണ്ടിയുള്ള മാസ്റ്റർ മൈൻഡിനെക്കുറിച്ചാണ് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിജയം നേടിയ ആളുകൾക്ക് ഈ ശക്തിയുടെ പ്രാധാന്യം അറിയാമായിരുന്നു. ഉദാഹരണത്തിന് തോമസ് എഡിസൺ തന്റെ ശാസ്ത്ര സംരംഭങ്ങൾക്കായി വികസിപ്പിച്ചെടുത്ത സംഘവും ഹെൻറി ഫോർഡും അദ്ദേഹത്തിന്റെ ടീമും ഇതിന് മികച്ച ഉദാഹരണമാണ്. ഒരു ഫലപ്രദമായ മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് എങ്ങനെ രൂപീകരിക്കാമെന്ന് നെപ്പോളിയൻ ഹിൽ ചില പ്രധാന നിർദ്ദേശങ്ങൾ നൽകുന്നു. 1. ലക്ഷ്യങ്ങളുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക. നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ താൽപ്പര്യമുള്ള എന്നാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കഴിവുകളും അറിവുകളുമുള്ള ആളുകളെ കണ്ടെത്തുക. 2. സഹകരണ മനോഭാവം. ഗ്രൂപ്പിലെ ഓരോ അംഗവും പരസ്പരം വിശ്വസിച്ചും സഹായിച്ചും മുന്നോട്ടു പോകാൻ തയ്യാറായിരിക്കണം. 3. കൃത്യമായ കൂടിക്കാഴ്ചകൾ. ഗ്രൂപ്പ് അംഗങ്ങൾ തങ്ങളുടെ പദ്ധതികൾ ചർച്ച ചെയ്യാനും മുന്നേറ്റം വിലയിരുത്താനും കൃത്യമായി കണ്ടുമുട്ടണം. ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഒരു വ്യക്തിയുടെ കഴിവ് മാത്രം പോരാ, മറ്റുള്ളവരുടെ കഴിവുകളും അറിവുകളും സഹകരണവും കൂടി ആവശ്യമുണ്ടെന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തനിച്ചാണ് മുന്നോട്ടു പോകാൻ കഴിയുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പരാജയത്തിന് ഒരു കാരണമായേക്കാം. ഒരു ലക്ഷ്യം നേടുന്നതിന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ മറ്റുള്ളവരെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്ന് നെപ്പോളിയൻ ഹിൽ ഓർമ്മിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, മാസ്റ്റർ മൈൻഡ് എന്ന ആശയം വെറും ഒരു കൂട്ടം ആളുകളല്ല, മറിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മാനസികമായുണ്ടാകുന്ന ഒരു വലിയ ശക്തിയാണ്. ഈ ശക്തി ഉപയോഗിച്ച് ഏതൊരു വ്യക്തിക്കും അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. 10-ാം അധ്യായം ലൈംഗിക ഊർജ്ജത്തിന്റെ പരിവർത്തനം, ദ മിസ്റ്ററി ഓഫ് സെക്സ് ട്രാൻസ്മ്യൂട്ടേഷൻ എന്നതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഏറ്റവും ശക്തമായ വികാരങ്ങളിലൊന്നായ ലൈംഗിക ഊർജ്ജത്തെ എങ്ങനെ വിജയകരമായ മറ്റു മേഖലകളിലേക്ക് പരിവർത്തനം ചെയ്യാം എന്ന് ഈ അധ്യായം വിശദമാക്കുന്നു.
മനുഷ്യന്റെ എല്ലാ വികാരങ്ങളിലും വെച്ച് ഏറ്റവും ശക്തമായതും സൃഷ്ടിപരമായതുമായ ഒന്നാണ് ലൈംഗികതയുമായി ബന്ധപ്പെട്ട ഊർജ്ജം. ഈ ഊർജ്ജം സാധാരണയായി ലൈംഗിക ബന്ധത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റ് വികാരങ്ങളിലേക്ക് പരിവർത്തനം ചെയ്തോ പ്രകടിപ്പിക്കുന്നു. നെപ്പോളിയൻ ഹില്ലിന്റെ അഭിപ്രായത്തിൽ ഈ ഊർജ്ജത്തെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കും. അതായത് ഈ ഊർജ്ജത്തെ ഒരു സൃഷ്ടിപരമായ ശക്തിയായി മാറ്റിയെടുക്കാൻ കഴിയും. ഇത് കലാകാരന്മാർ, സംഗീതജ്ഞർ, എഴുത്തുകാർ എന്നിവരെ അവരുടെ കഴിവുകൾ വികസിപ്പിക്കാൻ സഹായിക്കുന്നു. ലൈംഗിക ഊർജ്ജം എങ്ങനെ പരിവർത്തനം ചെയ്യാം? നിങ്ങളുടെ ലൈംഗിക ഊർജ്ജത്തെ മറ്റു മേഖലകളിലേക്ക് തിരിച്ചുവിടുന്നത് വളരെ ലളിതമായ ഒരു പ്രക്രിയയാണ്. ലൈംഗിക ചിന്തകളെയും വികാരങ്ങളെയും ബോധപൂർവം മറ്റ് ലക്ഷ്യങ്ങളിലേക്ക് തിരിച്ചുവിടുക എന്നതാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഈ പ്രക്രിയയെ ഒരു പുഴയുടെ ഒഴുക്കിനെ വഴിതിരിച്ചുവിടുന്നതുമായി താരതമ്യം ചെയ്യാം. ശക്തമായ ഈ ഊർജ്ജം ഒരു പുഴ പോലെയാണ്. ശരിയായ ദിശയിലേക്ക് അതിനെ നയിച്ചാൽ അത് പുതിയ സാധ്യതകളിലേക്ക് തുറക്കും. പരിവർത്തനത്തിന്റെ പ്രാധാന്യം. ലൈംഗിക ഊർജ്ജത്തെ പരിവർത്തനം ചെയ്യുന്നത് മാനസികവും ശാരീരികവുമായ നിരവധി ഗുണങ്ങൾ നൽകുന്നു. 1. സർഗാത്മകത വർദ്ധിപ്പിക്കുന്നു. ഈ ഊർജ്ജം പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്താനും നിങ്ങളുടെ സർഗാത്മക ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. 2. ഉത്സാഹം വർദ്ധിപ്പിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കൂടുതൽ ഊർജ്ജത്തോടെ പ്രവർത്തിക്കാനും ഇത് സഹായിക്കുന്നു. 3. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. നിങ്ങളുടെ കഴിവുകൾക്ക് ശക്തി നൽകുന്നതിലൂടെ ആത്മവിശ്വാസം വളർത്താൻ ഇത് സഹായിക്കുന്നു. ചരിത്രത്തിലെ പല വലിയ വിജയികളും കലാകാരന്മാരും ഈ ശക്തിയെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചവരാണ്. ഇത് ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികവുമായ കഴിവുകളെ ഉയർത്തുകയും വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഊർജ്ജം നൽകുകയും ചെയ്യുന്നു. നെപ്പോളിയൻ ഹിൽ പറയുന്നത് ഈ ഊർജ്ജത്തെ പരിവർത്തനം ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെയും ജീവിതത്തെയും പൂർണ്ണമായും മാറ്റിമറിക്കാൻ സഹായിക്കും. ഈ അധ്യായം ലൈംഗികതയെ ഒരു ശാരീരിക പ്രവൃത്തി എന്നതിലുപരി ഒരു ശക്തമായ മാനസികവും ഊർജ്ജസ്വലവുമായ ശക്തിയായി കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. ഈ ശക്തിയെ തിരിച്ചറിയാനും അതിനെ വിജയത്തിനായി ഉപയോഗിക്കാനും കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയും. ചിന്തകളെ യാഥാർത്ഥ്യമാക്കുന്ന മനസ്സ്. ഉപബോധ മനസ്സിന്റെ ശക്തി. നെപ്പോളിയൻ ഹില്ലിന്റെ വിശ്വപ്രസിദ്ധമായ പുസ്തകമായ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിലെ 11-ാം അധ്യായം ഉപബോധ മനസ്സ്, ദ സബ്കോൺഷ്യസ് മൈൻഡ് എന്ന വിഷയത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. മനുഷ്യന്റെ മനസ്സിന്റെ ശക്തിയെക്കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള പഠനമാണിത്. നമ്മുടെ ചിന്തകളെ യാഥാർത്ഥ്യമാക്കുന്നതിൽ ഉപബോധ മനസ്സിന് വലിയ പങ്കുണ്ട്. ആഗ്രഹവും വിശ്വാസവും ഭാവനയും ചേർന്ന് ഒരുക്കിയ പദ്ധതികളെ ലക്ഷ്യത്തിലേക്കെത്തിക്കുന്ന ഒരു സഹായിയെപ്പോലെയാണ് ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നത്. ഈ അധ്യായത്തിലെ പ്രധാന ആശയം നമ്മുടെ ചിന്തകളെ നല്ലതോ ചീത്തയോ ആകട്ടെ ഉപബോധ മനസ്സ് ഒരു ബാങ്ക് പോലെ സ്വീകരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമെന്നാണ്. ഭയവും ദാരിദ്ര്യവും പോലുള്ള നെഗറ്റീവ് ചിന്തകളാണ് നിങ്ങൾ മനസ്സിലേക്ക് കടത്തിവിടുന്നതെങ്കിൽ ഉപബോധ മനസ്സ് അതിനെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കും. നേരെമറിച്ച് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും പോലുള്ള പോസിറ്റീവ് ചിന്തകളാണ് നൽകുന്നതെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തും സന്തോഷവും കൊണ്ടുവരും. ഉപബോധ മനസ്സിനെ ശരിയായ രീതിയിൽ സ്വാധീനിക്കാൻ സഹായിക്കുന്ന ചില പ്രധാന മാർഗങ്ങൾ നെപ്പോളിയൻ ഹിൽ വിശദീകരിക്കുന്നു. 1. പോസിറ്റീവ് ചിന്തകൾ മാത്രം നൽകുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം മനസ്സിൽ നിലനിർത്തുക. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് നല്ല ചിന്തകൾ മാത്രം എത്താൻ സഹായിക്കും. 2. ഓട്ടോ സജഷൻ പരിശീലിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതിവെച്ച് ദിവസവും വായിക്കുകയും അതിനെക്കുറിച്ച് മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യുക. 3. വികാരങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളുടെ ചിന്തകൾക്ക് ശക്തി നൽകുന്നത് അതിലുള്ള വികാരങ്ങളാണ്. നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് നേടിയെടുത്തതായി വികാരങ്ങളുടെ മനസ്സിൽ കാണുക. ഉപബോധ മനസ്സിന് യുക്തിയും ന്യായവുമില്ല. അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ലഭിക്കുന്ന ചിന്തകളെ യാതൊരു ചോദ്യവുമില്ലാതെ സ്വീകരിച്ച് പ്രവർത്തിക്കുന്നു. അതുകൊണ്ടുതന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചാൽ ഉപബോധ മനസ്സ് അത് യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ വഴികൾ കണ്ടെത്താൻ തുടങ്ങും. ചുരുക്കത്തിൽ നെപ്പോളിയൻ ഹിൽ ഈ അധ്യായത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് മനസ്സിന്റെ ഈ ശക്തിയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ ആവശ്യമായ ആത്മവിശ്വാസം, പ്രചോദനം, ധൈര്യം എന്നിവയെല്ലാം ഉപബോധ മനസ്സിൽ നിന്നാണ് വരുന്നത്. ഈ ശക്തിയെ തിരിച്ചറിഞ്ഞ് അതിനെ ശരിയായ ദിശയിലേക്ക് നയിച്ചാൽ വിജയമെന്നത് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. 12-ാം അധ്യായം മസ്തിഷ്കം, ദ ബ്രെയിൻ എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ മനസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായ മസ്തിഷ്കത്തെ ഒരു റിസീവർ സ്റ്റേഷനായും ട്രാൻസ്മിറ്റർ സ്റ്റേഷനായും ഈ അധ്യായം വിശേഷിപ്പിക്കുന്നു. നിങ്ങളുടെ ചിന്തകളെ സ്വീകരിക്കാനും അയക്കാനുമുള്ള കഴിവ് മസ്തിഷ്കത്തിനുണ്ടെന്ന് ഹിൽ ഇതിലൂടെ പറയുന്നു. മസ്തിഷ്കത്തിന്റെ പ്രവർത്തനങ്ങൾ. 1. റിസീവർ സ്റ്റേഷൻ. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിലൂടെ കാഴ്ച, കേൾവി, സ്പർശം, ഗന്ധം, രുചി ലഭിക്കുന്ന വിവരങ്ങളെ മസ്തിഷ്കം സ്വീകരിക്കുന്നു. ഈ വിവരങ്ങൾ ഉപബോധ മനസ്സിലേക്ക് കൈമാറുകയും അവിടെ നിന്ന് അത് യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു. 2. ട്രാൻസ്മിറ്റർ സ്റ്റേഷൻ. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കാനുള്ള കഴിവ് മസ്തിഷ്കത്തിനുണ്ട്. ഇത് ഒരുതരം മാനസിക ടെലിപ്പതി, മെന്റൽ ടെലിപ്പതിയാണ്. നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് തീവ്രമായി ചിന്തിക്കുമ്പോൾ ആ ചിന്തകൾക്ക് ഊർജ്ജം ലഭിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തുകയും ചെയ്യുന്നു.
ഈ അധ്യായത്തിലെ പ്രധാനാശയം മാസ്റ്റർ മൈൻഡ് എന്ന ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിലെ ആളുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അവരുടെ മസ്തിഷ്കങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഈ സഹകരണം പുതിയ ആശയങ്ങൾക്കും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും സഹായിക്കുന്നു. ഒരു വ്യക്തിയുടെ മസ്തിഷ്കത്തിന് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഒരു കൂട്ടം മസ്തിഷ്കങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ചെയ്യാൻ കഴിയും. മസ്തിഷ്കത്തെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ നെപ്പോളിയൻ ഹിൽ ചില കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നു. 1. പോസിറ്റീവ് ചിന്തകൾ മാത്രം നൽകുക. നിങ്ങളുടെ മനസ്സിലേക്ക് നല്ല ചിന്തകൾ മാത്രം കടത്തിവിടാൻ ശ്രമിക്കുക. 2. നിങ്ങളുടെ ഭയം മനസ്സിലാക്കുക. നിങ്ങളുടെ ഭയങ്ങളെ തിരിച്ചറിയുക. ഭയമാണ് ലക്ഷ്യങ്ങൾ നേടുന്നതിന് ഏറ്റവും വലിയ തടസ്സം. 3. നിങ്ങളുടെ ചിന്തകൾക്ക് ശക്തി നൽകുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾക്ക് വികാരങ്ങളിലൂടെ ശക്തി നൽകുക. ചുരുക്കത്തിൽ, മസ്തിഷ്കം വെറുമൊരു അവയവമല്ല, മറിച്ച് നിങ്ങളുടെ ചിന്തകളെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു ശക്തമായ ഉപകരണമാണ്. ഈ ഉപകരണം ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ നേടാൻ കഴിയും. നെപ്പോളിയൻ ഹില്ലിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിലെ അവസാന അധ്യായം 6ാമത്തെ ഇന്ദ്രിയം, ദ സിക്സ്ത് സെൻസ് എന്നതിനെക്കുറിച്ചാണ്. മുൻ അധ്യായങ്ങളിൽ വിവരിച്ച തത്വങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രം പ്രാപ്യമാകുന്ന ഒരാശയമാണിത്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറമുള്ള അറിവും ഉൾക്കാഴ്ചയും നേടുന്ന ഒരു മാനസികാവസ്ഥയാണിത്. 6ാമത്തെ ഇന്ദ്രിയം എന്നത് ഉപബോധ മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. ഇത് നിങ്ങൾക്ക് പ്രചോദനവും പുതിയ ആശയങ്ങളും നൽകുന്നു. നെപ്പോളിയൻ ഹിൽ പറയുന്നത് 6ാമത്തെ ഇന്ദ്രിയം എന്നത് വെറുതെ ലഭിക്കുന്ന ഒന്നല്ല, മറിച്ച് എല്ലാ തത്വങ്ങളെയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു പ്രതിഫലമാണ്. ആഗ്രഹങ്ങൾ, വിശ്വാസം, ഓട്ടോസജഷൻ, സംഘടിത ആസൂത്രണം, മാസ്റ്റർ മൈൻഡ് തുടങ്ങിയ തത്വങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അത് ഒരു പുതിയ ഊർജ്ജത്തെയും മാനസികാവസ്ഥയെയും സൃഷ്ടിക്കുന്നു. ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ നേടാൻ ആവശ്യമായ ഉൾക്കാഴ്ചയും പ്രചോദനവും ലഭിക്കുന്നു. 6ാമത്തെ ഇന്ദ്രിയത്തിന്റെ പ്രാധാന്യം. 1. പ്രചോദനം. നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നോ ലഭിക്കുന്ന ഊർജ്ജവും പ്രചോദനവുമാണിത്. 2. ഉൾക്കാഴ്ച. ഒരു പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കണ്ടെത്തണമെന്ന് മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. 3. പുതിയ ആശയങ്ങൾ. മുൻപ് ചിന്തിക്കാത്ത പുതിയ ആശയങ്ങളും വഴികളും ഇത് നിങ്ങൾക്ക് കാണിച്ചുതരുന്നു. 4. ഭയത്തെ അതിജീവിക്കുക. ഈ മാനസികാവസ്ഥയിൽ നിങ്ങൾക്ക് ഭയത്തെയും സംശയത്തെയും അതിജീവിക്കാൻ കഴിയും. ഈ അധ്യായം വളരെ ആഴത്തിലുള്ള ഒരു തത്വത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് ആത്മീയമായോ ഭൗതികമായോ ഒരു ശക്തിയല്ല, മറിച്ച് നമ്മുടെ ഉപബോധമനസ്സിന്റെ ശക്തിയുടെ ഉന്നതമായ അവസ്ഥയാണ്. നെപ്പോളിയൻ ഹിൽ പറയുന്നതനുസരിച്ച് വലിയ വിജയങ്ങൾ നേടിയ പ്രതിഭാശാലികളായ ആളുകൾക്ക് ഈ 6ാമത്തെ ഇന്ദ്രിയമുണ്ടായിരുന്നു. തോമസ് എഡിസൺ, ഹെൻറി ഫോർഡ് തുടങ്ങിയ വ്യക്തികൾ തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ വിജയം നേടിയത് ഈ ശക്തിയുടെ സഹായത്തോടെയാണ്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകം ഒരു വ്യക്തിയെ സമ്പന്നനാക്കുന്നതിനുള്ള 13 തത്വങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ തത്വങ്ങൾ ഒരുമിച്ചുപയോഗിച്ചാൽ ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രം പ്രാപ്യമാകുന്നതാണ് 6ാമത്തെ ഇന്ദ്രിയം. ഇത് അവരുടെ യാത്രയെ പൂർണ്ണമാക്കുന്നു. വിജയത്തിലേക്കുള്ള പാതയിൽ നമ്മെ പിന്നോട്ട് വലിക്കുന്ന ഏറ്റവും വലിയ തടസ്സങ്ങൾ നമ്മുടെ മനസ്സിനുള്ളിൽ തന്നെയുള്ള ചില ഭയങ്ങളാണ്. നെപ്പോളിയൻ ഹില്ലിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിലെ 15ാം അധ്യായം പ്രധാനമായും ഭയപ്പെടുന്ന 6 പ്രേതങ്ങൾ, ദ 6 ഗോസ്റ്റ്സ് ഓഫ് ഫിയർ എന്നതിനെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ദാരിദ്ര്യം, വിമർശനം, രോഗം, പ്രണയനഷ്ടം, വാർദ്ധക്യം, മരണം എന്നീ 6 അടിസ്ഥാന ഭയങ്ങളാണ് ഈ പ്രേതങ്ങൾ. ഈ ഭയങ്ങൾ പലപ്പോഴും നമ്മുടെ ഉപബോധ മനസ്സിൽ ഒളിഞ്ഞിരുന്ന് നമ്മെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ നിന്ന് തടയുന്നു. ഈ ഭയങ്ങളെ തിരിച്ചറിയുകയും അതിനെ ഇല്ലാതാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് ഹിൽ ഓർമ്മിപ്പിക്കുന്നു. 1. ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഭയം. ഈ ഭയം ഏറ്റവും സാധാരണമായ ഒന്നാണ്. സാമ്പത്തിക ഭദ്രതയില്ലായ്മയെക്കുറിച്ചുള്ള ചിന്ത നമ്മെ വലിയ സ്വപ്നങ്ങൾ കാണുന്നതിൽ നിന്നും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിൽ നിന്നും തടയുന്നു. 2. വിമർശനത്തെക്കുറിച്ചുള്ള ഭയം. മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്ന ചിന്ത പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങളെയും പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നു. ഈ ഭയം നമ്മുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുകയും നമ്മെ മുന്നോട്ടു പോകുന്നതിൽ നിന്ന് തടയുകയും ചെയ്യും. 3. രോഗത്തെക്കുറിച്ചുള്ള ഭയം. രോഗം വരുമോ എന്നുള്ള ചിന്ത പലപ്പോഴും നമ്മളെ മാനസികമായി തളർത്തുന്നു. ഇത് രോഗത്തിന് കാരണമാകില്ലെങ്കിലും നമ്മുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നു. 4. പ്രണയനഷ്ടത്തെക്കുറിച്ചുള്ള ഭയം. സ്നേഹിക്കുന്ന ഒരാളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം പലപ്പോഴും ആളുകളെ സ്വാർത്ഥരും അസൂയാലുക്കളുമാക്കി മാറ്റുന്നു. ഇത് ബന്ധങ്ങളെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. 5. വാർദ്ധക്യത്തെക്കുറിച്ചുള്ള ഭയം. പ്രായാധിക്യം വരുമ്പോൾ കഴിവുകളും സൗന്ദര്യവും നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം പലപ്പോഴും ആളുകളെ നിരാശരാക്കുന്നു. 6. മരണത്തെക്കുറിച്ചുള്ള ഭയം. മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയങ്ങളിലൊന്നാണ് മരണം. ഈ ഭയം പലപ്പോഴും നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ജീവിക്കുന്നതിൽ നിന്ന് തടയുന്നു. ഈ ഭയങ്ങളെ എങ്ങനെ കീഴടക്കാമെന്ന് നെപ്പോളിയൻ ഹിൽ വിശദീകരിക്കുന്നു. നിങ്ങളുടെ ഭയത്തെ തിരിച്ചറിയുക. നിങ്ങളുടെ മനസ്സിലുള്ള ഭയങ്ങളെക്കുറിച്ച് ബോധവാനാവുക.
കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കുക. നിങ്ങളുടെ ഭയങ്ങളെ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ ഒരു വ്യക്തമായ ലക്ഷ്യം സഹായിക്കുന്നു. പോസിറ്റീവ് മനോഭാവം വളർത്തുക. നെഗറ്റീവ് ചിന്തകൾക്ക് പകരം പോസിറ്റീവ് ചിന്തകൾക്ക് ഊന്നൽ നൽകുക. ഉപബോധ മനസ്സിനെ നിയന്ത്രിക്കുക. ഓട്ടോസജഷൻ പോലുള്ള മാർഗങ്ങളിലൂടെ ഉപബോധ മനസ്സിൽ നല്ല ചിന്തകൾ മാത്രം നിറയ്ക്കാൻ ശ്രമിക്കുക. ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഭയങ്ങൾ യാഥാർത്ഥ്യമല്ല, മറിച്ച് നമ്മുടെ മനസ്സിലുണ്ടാക്കിയെടുത്ത ഒരു ഭാവന മാത്രമാണെന്നാണ്. ഈ ഭയങ്ങളെ നാം മനസ്സിലാക്കി അതിനെ കീഴടക്കുമ്പോൾ വിജയം നേടാനുള്ള വഴി എളുപ്പമാകുന്നു. നെപ്പോളിയൻ ഹില്ലിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകം ഒരു സാമ്പത്തിക വിജയത്തിലേക്കുള്ള വഴികാട്ടി മാത്രമല്ല, ഒരു വ്യക്തിയുടെ മാനസികവും ആത്മീയവുമായ വളർച്ചയ്ക്കാവശ്യമായ അടിസ്ഥാന തത്വങ്ങളുടെ ഒരു ശേഖരം കൂടിയാണ്. ഈ പുസ്തകം അവസാന അധ്യായങ്ങളിൽ ഊന്നിപ്പറയുന്നത് സമ്പത്തും വിജയവും എന്നത് വെറുമൊരു യാദൃശ്ചികതയല്ല, മറിച്ച് വ്യക്തമായ ഒരു ചിന്താ പ്രക്രിയയുടെയും പ്രവർത്തനത്തിന്റെയും ഫലമാണ്. പുസ്തകത്തിൽ ചർച്ച ചെയ്ത 13 തത്വങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അവയുടെ യഥാർത്ഥ ശക്തി പുറത്തുവരുന്നത്. ആഗ്രഹത്തിൽ തുടങ്ങുന്ന യാത്ര, വിശ്വാസം, ഭാവന, സംഘടിത ആസൂത്രണം, തീരുമാനമെടുക്കൽ, ഉത്സാഹം, മാസ്റ്റർ മൈൻഡ്, ലൈംഗിക ഊർജ്ജത്തിന്റെ പരിവർത്തനം, ഉപബോധ മനസ്സ്, മസ്തിഷ്കം, ആറാമത്തെ ഇന്ദ്രിയം, ഭയത്തിന്റെ 6 പ്രേതങ്ങൾ എന്നിവയിലൂടെ പൂർണ്ണതയിലെത്തുന്നു. ഈ ഓരോ തത്വങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു തീവ്രമായ ആഗ്രഹമുണ്ടാകുമ്പോൾ അത് ഉപബോധ മനസ്സിനെ സ്വാധീനിക്കാൻ സഹായിക്കും. ഈ സ്വാധീനം നിങ്ങളുടെ ചിന്തകൾക്ക് ശക്തി നൽകുന്നു. നെപ്പോളിയൻ ഹിൽ ഈ പുസ്തകത്തിലൂടെ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് വിജയം എന്നത് ഒരു ഭാഗ്യമോ ആകസ്മികമോ അല്ല, മറിച്ച് അത് നമ്മുടെ ചിന്തകളുടെയും പ്രവർത്തനങ്ങളുടെയും പ്രതിഫലനമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും മാറ്റണം. ഭയങ്ങളെയും സംശയങ്ങളെയും ഒഴിവാക്കി ഒരു വ്യക്തമായ ലക്ഷ്യം വെച്ച് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയും. ഈ പുസ്തകം നൽകുന്ന സന്ദേശം വളരെ ലളിതമാണ്. നിങ്ങളുടെ മനസ്സിന് ചിന്തിക്കാൻ കഴിയുന്നതെന്തും നേടാൻ കഴിയും. ഈ സത്യം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതം സമ്പന്നവും സന്തോഷകരവുമാകും. ഈ പുസ്തകം വായിച്ച് അടച്ചുവെച്ചാൽ മാത്രം പോരാ, അതിലെ തത്വങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ പുസ്തകം ഒരു പാഠപുസ്തകമാണ്. അതിന്റെ പഠനം ഒരു ജീവിതകാലം മുഴുവൻ നീണ്ടുനിൽക്കും.